പോയ ഓരോ ലോഡ്ജുകൾ, അവർ പോയ ഓരോ ടോൾ പ്ലാസകൾ, അവർ താമസിച്ച സ്ഥലങ്ങൾ, ഇവരിന് ചായ കുടിച്ച കട വരെ ഞങ്ങൾ പരിശോധിച്ച് ഡാറ്റകൾ ശേഖരിച്ച് അവർ പോലും പറയാത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾ എത്തി അവരെ ജയ്പൂരിൽ അവർ കൊടുത്ത അവർക്ക് സാധനം കൊടുത്ത ആളെ ഞങ്ങൾ അവിടുന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ. നമ്മൾ ഈ കേസ് കണ്ടെടുത്തത് ഏപ്രിൽ 23-ാം തീയതിയാണ്. അപ്പോൾ കേരളം കണ്ട ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട MDMA വേട്ടയായിരുന്നു അത്. അതിൻ്റെ ഗൗരവം ഡിപ്പാർട്ട്മെൻറ്റ് അന്ന് തന്നെ പൂർണ്ണതോതിൽ എടുക്കുകയും തൊട്ടടുത്ത ദിവസം 25/4 തന്നെ നമ്മൾ 12 അംഗ ടീമിനെ 2 അസിസ്റ്റൻറ്റ് എക്സൈസ് കമ്മീഷണർമാർ ഉൾപ്പെടുന്ന ഒരു CI, 2 ഇൻസ്പെക്ടർമാർ ഉൾപ്പെടുന്ന ഒരു ടീമിനെ രൂപീകരിച്ച് 12 അംഗ ടീമായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം തന്നെ നമുക്ക് കിട്ടിയിരുന്നത് ഇതിൻ്റെ എന്താണോ അതിൻ്റെ സോഴ്സ്, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഏത് കേസാണോ എടുക്കുന്നത് ആ സാധാരണ നമ്മൾ ആ എടുക്കുന്ന 1-2 പ്രതികൾ നിൽക്കാതെ അതിൻ്റെ എൻഡ് വരെ പോകണമെന്നൊരു നിർദ്ദേശം ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷണറെ തന്നിരുന്നു. അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് SIT ടീം അന്നോട്ട് പ്രവർത്തിച്ചത്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ ഈ വാഹനം, ഈ 30-34 ക്രേട്ട വാഹനം, അതിൻ്റെ RC ഓണറായിരുന്ന ഉമ്മർ ഫറൂഖിനെ നമ്മൾ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ആദ്യമൊക്കെ നമുക്ക് ചെറിയ സംശയങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ദിവസം വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് കൃത്യമായി നമ്മളവിടെ മൊബൈൽ ഡാറ്റാസും മറ്റു കാര്യങ്ങളെല്ലാം പരിശോധിച്ച് അടുത്ത പ്രതിയിലേക്കുള്ള ലീഡ് ശേഖരിച്ച ശേഷമാണ് പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്ത് 3-ാം പ്രതിയായിട്ട് ഉമ്മർ ഫറൂഖിനെ അറസ്റ്റ് ചെയ്തു. തൊട്ടടുത്ത ദിവസം തന്നെ ഉമ്മർ ഫറൂഖിൽ നിന്നിട്ട് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ടീം 2ആയി തിരിഞ്ഞ്, അതായത് 6 അംഗ ടീമാണ് 2ആയി തിരിഞ്ഞ് 3 പേര് ട്രെയിനിലും 3 പേര് ജീപ്പിലുമായിട്ട് ഗോവയിൽ മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമുക്ക് ആദ്യം കിട്ടിയ ഒരു ഇൻഫർമേഷൻ പ്രകാരം മഡ്ഗോവയിലുണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. അവിടെ എത്തിയ ശേഷമാണ് നമ്മുടെ പ്രസൻസ് അറിഞ്ഞുകൊണ്ട് അയാൾ അവിടുന്ന് രക്ഷപ്പെട്ടു. പക്ഷേ നമ്മൾ അയാളെ ഫോളോ ചെയ്ത് നമ്മൾ കങ്കാവിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ഈ മുഹമ്മദ് മുസ്തഫ ബിലാൽ എന്ന് പറയുന്ന മലപ്പുറം സ്വദേശിയെ നമ്മൾ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അയാൾ ഇതിനു മുമ്പ് 2 കൊമേഴ്ഷ്യൽ NDPS കേസുകളിലെ പിടികിട്ട പുള്ളിയാണ്. അദ്ദേഹത്തെ നമ്മൾ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ അയാളുടെ വിവരങ്ങളൊക്കെ ശേഖരിച്ച് അയാളുടെ ട്രാക്ക് റെക്കോർഡുകൾ, അതുപോലെ തന്നെ അയാളുടെ മൊബൈൽ ഫോൺ ഡാറ്റാസ് കാര്യങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ നമുക്ക് കിട്ടിയ വിവരപ്രകാരം ഇതിനകത്ത് 1-ാം പ്രതിയും ഷഫീഖും ഈ നമ്മൾ അറസ്റ്റ് ചെയ്ത 4-ാം പ്രതി എന്ന് പറയുന്ന ബിലാലും ചേർന്നിട്ടാണ് ഈ സാധനം ജയ്പൂരിൽ പോയി മയക്കുമരുന്ന് പ്ലാൻ ചെയ്ത് ജയ്പൂരിൽ പോയി കൊണ്ടുവന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. തുടർന്ന് നമ്മൾ ബഹുമാനപ്പെട്ട NDPS കോടതിയിൽ നിന്നും 15 ദിവസത്തേക്ക്, നമ്മൾ കേരളത്തിൽ തന്നെ 15 ദിവസത്തേക്ക് ഒരു NDPS പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുന്നത് വളരെ അപൂർവമാണ്. നമുക്ക് ബഹുമാനപ്പെട്ട വടകര NDPS കോടതി 2 പ്രതികളെയും 15 ദിവസത്തേക്ക് നമ്മുടെ കസ്റ്റഡിയിൽ വിട്ടു തന്നു. ഈ 2 പ്രതികളെ നമ്മുടെ SIT ഉദ്യോഗസ്ഥർ 2 ജീപ്പിലായിട്ട്, അത് ഇവിടുന്ന് ജയ്പൂർ വരെ ഏകദേശം 4500 കിലോമീറ്റർ ഉണ്ട്. ആ 4500 കിലോമീറ്റർ നമ്മുടെ 2 ടീം, 5 പേരുടെ 2 ടീം ജീപ്പിൽ യാത്ര ചെയ്ത് അവർ ചെയ്ത ഭക്തി, അതായത് ഓരോ സ്ഥലത്തെയും അവരുടെ ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് അവർ നമുക്ക് തന്നിരുന്ന മൊഴിയെല്ലാം തെറ്റായിരുന്നു. പക്ഷേ അവരുടെ ടവർ ലൊക്കേഷനുകളെല്ലാം നമ്മൾ വെരിഫൈ ചെയ്ത് അവരെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവർ പോയ ഓരോ ലോഡ്ജുകൾ, അവർ പോയ ഓരോ ടോൾ പ്ലാസകൾ, അവർ താമസിച്ച സ്ഥലങ്ങൾ, ഇവരിന് ചായ കുടിച്ച കട വരെ ഞങ്ങൾ പരിശോധിച്ച് ഡാറ്റകൾ ശേഖരിച്ച് അവർ പോലും പറയാത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾ എത്തി അവരെ ജയ്പൂരിൽ അവർ കൊടുത്ത അവർക്ക് സാധനം കൊടുത്ത ആളെ ഞങ്ങൾ അവിടുന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ജയ്പൂരിൽ വെച്ചിട്ട്. അങ്ങനെ അവർ ഈ നമുക്ക് സാധനം കൊടുത്തു എന്ന് പറയുന്ന ആൾ, ഹിരൺ എന്ന് പറയുന്ന ആളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം നമ്മൾ അവർ അപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തുകയാണ്. അപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തുന്നത് നമ്മൾ പ്രത്യേകിച്ച് പറ്റുന്നില്ല. നമ്മുടെ ട്രാക്കർ നമ്മൾ അവർ ശരിക്കും ചോദ്യം ചെയ്യുകയും നമുക്ക് കിട്ടിയ വരെ ചുരുങ്ങിയ പരിമിതമായ ആ തെളിവുകളിൽ നിന്നാണ് നമ്മൾ അവിടെ വരെ എത്തിയത്. നമ്മളവിടെ എത്തുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ സമയത്തൊക്കെ പല മീഡിയക്കാർ നമ്മളായിട്ട് ബന്ധപ്പെട്ടത് നിങ്ങൾ എന്തുകൊണ്ടാണ് റിവീൽ ചെയ്യാത്തതെന്ന് ചോദിച്ചു. ഒരുപക്ഷെ നമ്മൾ റിവീൽ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ പറഞ്ഞ പ്രതികളൊന്നും കിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മൾ ആ ജയ്പൂർ എത്തിയ സമയത്ത് തന്നെ ഈ പറയുന്ന ഹിരൺ എന്ന് പറയുന്ന ആൾ ആ ഫ്ലാറ്റിൽ നിന്നും അവിടെ നിന്ന് മുങ്ങി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 2 കൂട്ടാളികളെ ചോദ്യം ചെയ്ത് അവരിൽ നിന്ന് നമ്മൾ വിവരങ്ങൾ ശേഖരിച്ച് അവരെ വാട്സപ്പ് ചാറ്റുകൾ പരിശോധിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവർ പോയിട്ടുള്ളത് നേപ്പാളിലേക്ക്. അതായത് അവർ താമസിക്കുന്നത് അവരുടെ ഒരു ഹിഡൻ പ്ലേസ് എന്ന് പറയുന്നത് നേപ്പാൾ ബോർഡറാണ്, സിലിഗുരി. അവിടെ അവർക്ക് സൗകര്യങ്ങളുണ്ട്, മറ്റു മലയാളികൾ അവിടെ ഉണ്ടോ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് വിവരം കിട്ടി. നമ്മൾ ഈ പറയുന്ന നമ്മൾ കാര്യം ചിന്തിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന 9 പേരുടെ 2 ജീപ്പിൻ്റെ ഒപ്പം 2 കുപ്രസിദ്ധ പ്രതികളാണ് നമ്മുടെ ഇപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 6 പേര് ആ പ്രതികളായിട്ട് തിരിച്ചു വരികയും നമ്മുടെ 3 ജീവനക്കാർ, യൂണിഫോം പോലും ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ സ്മരിക്കേണ്ടത്, 3 ജീവനക്കാർ അവിടെ നിന്ന് നേരെ ഫ്ലൈറ്റ് എടുത്ത് അവർ നേരെ സിലിഗുരിക്ക് പോവുകയാണ്. അപ്പം നമ്മളത് കമ്മീഷനായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഉചിതം അതുപോലെ ചെയ്തോളാമെന്ന് പറയുകയും നമ്മൾ അവിടെ എത്തണം. കാരണം നമ്മളൊരു നിമിഷം കൊണ്ട് താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആ പ്രതികളെ കിട്ടത്തില്ല.
അങ്ങനെ ഇവരവിടെ ചെന്ന് താമസിച്ച ശേഷം അവരവിടെ എന്താ പറയുക ടൂറിസ്റ്റുകാരെന്ന വ്യാജേന 2 ദിവസം അവിടെ കറങ്ങിയിട്ടാണ് ഇവരെ ഹൈഡ് ഔട്ട് കണ്ടുപിടിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഇലക്ഷൻ മാറി അവിടെ തൃണമൂൽ കോൺഗ്രസ് മാറി BJP ഭരണത്തിൽ വന്ന ഒരു സമയമാണത്. നമുക്കൊരു പോലീസിൻ്റെതായ ഒരു ഹെൽപ്പ് പോലും നമുക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ നമ്മൾ ഒരു CIയും ഒരു എക്സൈസ് ഇൻസ്പെക്ടറും ഒരു AEI ആണ് പോയത്. അവരുടെ ഒരൊറ്റ പിൻബലം കൊണ്ട് നമ്മൾ ഒരു പക്ഷേ SI നമ്മളെ ഈ പറയുന്ന ATSൻ്റെ പോലും വാറണ്ട് ഉണ്ടായിട്ട് പിടിക്കപ്പെടാണ്ട്, അതായത് ഇവരെ ഹിരൺ എന്ന ആൾക്ക് 5 കേസുകളാണുള്ളത്. ആന്ധ്രാപ്രദേശിൽ കേസുണ്ട്, തമിഴ്നാട്ടിൽ കേസുണ്ട്, കേരളത്തിൽ കേസുണ്ട്, ബാംഗ്ലൂരിൽ കേസുണ്ട്. ഈ കേസുകളെല്ലാം പിടികിട്ടാ പുള്ളിയായ ആളെ ഹിരൺ എന്ന് പറയുന്ന ആളെ നമ്മുടെ ഈ 3 അംഗ ടീം അവൻ്റെ കൂട്ടാളിയും അവിടെ ലോഡ്ജിൽ വെച്ച് പിടികൂടി അറസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് അവിടുന്ന് തിരിച്ചു വരാൻ വേണ്ടി ഒരു വാഹനവും മറ്റു സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ അവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഈ 3 പേരെ നമ്മുടെ 2 പേരെ നമ്മുടെ 3 ഉദ്യോഗസ്ഥർ ഈ പിടികിട്ടാപ്പുള്ളിയെ 2 പേരെ അവിടുന്ന് കൊണ്ടുവരണം. അപ്പോൾ അവരുടെ ആ ജോലിയോടുള്ള ആത്മാർത്ഥത അവർ കാണിച്ച ആ കൃത്യനിഷ്ഠ ഒരിക്കലും നമുക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നിലയിൽ നമുക്കത് വിസ്മരിക്കാൻ പറ്റുന്ന കാര്യമല്ല.